എല്ലാവർക്കും കലോറയുടെ ഓണാശംസകൾ. ഇന്ന് ഓണസദ്യക്ക് വേണ്ടുന്ന മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, ഇഞ്ചിക്കറി എന്നിവയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് മാങ്ങ അച്ചാർ ചെയ്യാം. നല്ലെണ്ണ ഒഴിക്കാം. മൂന്ന് വലിയ മാങ്ങയാണ് അച്ചാറിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. മാങ്ങ കഴുകി അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് തുടച്ചെടുത്തതാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഉപ്പും മുളക് പൊടി ഇട്ട് വച്ചിരിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയിട്ട് ഇളക്കി വെച്ചേക്കാണ്. എണ്ണ ചൂടായി ഞാൻ അതിലേക്ക് കടുക് ഇടാം. 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി അതിലേക്ക് വറ്റൽമുളക് ഇടാം. ആവശ്യത്തിന് കറിവേപ്പില, ഒരു 10-15 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നല്ല ഈ കളറായി. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 3 ടേബിൾ സ്പൂൺ കശ്മീരി മുളക്, ഒരല്പം ഉലുവാപ്പൊടി, ഒരു നുള്ള്, അതുപോലെ കായപ്പൊടി 1 ടീസ്പൂൺ ചേർക്കാം. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി ഇനി ഇതിലേക്ക് നേരത്തെ അരപ്പ് പുരട്ടി വെച്ചേക്കുന്ന മാങ്ങ ഇടാം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കടുക്. 1 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ചപ്പാത്തി പലകയിൽ വെച്ച് ആ റോളർ കൊണ്ടൊന്ന് ഉരുട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ തൊലിയൊക്കെ മാറിക്കിട്ടും. ആ തൊലി ഊതി പറത്തി കളഞ്ഞിട്ട് എടുക്കുന്ന പരിപ്പാണിത്. അത് 1/4 ടീസ്പൂണ് ചേർക്കാവ്, കൂടുതലായ ടേസ്റ്റ് മാറും. ഒരു നല്ല ടേസ്റ്റ് കിട്ടും കടുമാങ്ങയ്ക്ക്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി, ഇനി ചാറ് പോരാ എന്ന് ഉള്ളവരുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ശകല ഒരു 1/4 ഗ്ലാസ് തിളച്ച വെള്ളം ചേർത്താൽ മതി. നമ്മുടെ അച്ചാർ റെഡിയായി. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ കുപ്പികളിലേക്ക് മാറ്റാവൂ. അതുപോലെ തന്നെ എണ്ണ മുകളിൽ പൊങ്ങി നിന്ന് കഴിഞ്ഞിരുന്നാൽ കുറച്ച് കൂടുതൽ അച്ചാർ നല്ലതുപോലെ കേടാകാതെ ഇരിക്കും. ഇനി നാരങ്ങ അച്ചാറാണ്. നാരങ്ങ വെള്ളക്കിടുന്നത്. വലിയ നാരങ്ങ, കറിനാരങ്ങ വാങ്ങി അത് തൊലി എത്തിക്കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഈ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്.
1 ടീസ്പൂൺ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഒരു 10 വെളുത്തുള്ളി, 8 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, നല്ലെണ്ണയുടെ ഒന്നും അളവ് പറയാത്തത്. പിക്കിളിന് എപ്പോഴും ഇച്ചിരി എണ്ണ കൂടുതൽ നിൽക്കണം. അത് കാണുമ്പോൾ അറിയാൻ പറ്റും. തീ കുറച്ച് വെച്ചിട്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു പിഞ്ച് ഉലുവാപ്പൊടി, ഉപ്പ്, നാരങ്ങ ചേർക്കാം. മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, ആ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ്. നാരങ്ങ എന്നുള്ള നീരാണ്. വെള്ളക്കിടുക എന്ന് പറയുന്നുണ്ട്. ഒരു മഞ്ഞളുടെ ചെറിയ മഞ്ഞ നിറയെ വരുള്ളൂ, അല്ലെങ്കിൽ വെള്ള കളർ തന്നെയായിരിക്കും അത്. ഇതിങ്ങനെ ഒതുക്കി വെച്ച് കഴിഞ്ഞ് കുറച്ചിരിക്കുമ്പോൾ തന്നെ ഇതിന് ചാറിറങ്ങും. നേരത്തെ പറഞ്ഞ പോലെ അത് ചാറ് പോരാന്നുള്ളവർക്ക് ശകലം തിളച്ച വെള്ളം ചേർക്കാം. തീ ഓഫ് ചെയ്യാം. ഇനി ഇഞ്ചിക്കറി വയ്ക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി കടുക് ഇടാം. വറ്റൽമുളക്, കറിവേപ്പില, ഇനി ഇഞ്ചി ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞതാണ്. ക്വാണ്ടിറ്റി കണ്ടോളൂ. ഇതിൻ്റെ പകുതി, പകുതിയാണ്. ചെറിയ ഉള്ളി അതും വളരെ ചെറുതായി അരിഞ്ഞെടുത്താണ്. ആദ്യം നമുക്ക് ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ഒരു 1/4 ഭാഗം മൂപ്പായിട്ട് വേണം ചെറിയ ഉള്ളി ചേർക്കേണ്ടത്. ഇഞ്ചി ഒരു 1/4 ഭാഗം മൂപ്പായി. ഇനി ചെറിയ ഉള്ളി ചേർക്കാം. രണ്ടും കൂടെ കിടന്ന് നന്നായിട്ട് മൂക്കണം. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഇഞ്ചിക്കറി വയ്ക്കുന്നത്. ഇത് കൊല്ലം ട്രിവാൻഡ്രം ഭാഗങ്ങളിലാണ് ഞാൻ ചെയ്യുന്നത്. തൃശ്ശൂരൊക്കെ പുളിയിഞ്ചിയാണ്. ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത്. ഇഞ്ചിയും ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. 1/2 കപ്പ് തേങ്ങ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ വറുത്തെടുത്തതിന് ശേഷം അതിനോടൊപ്പം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ചേർക്കാം. ഇത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴിപുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതൊരു 1/4 ഗ്ലാസ് വെള്ളം കാണും. അത് ഇതിലേക്ക് ഒഴിക്കാം.
കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം. ഉപ്പ് ചേർക്കാം ആവശ്യത്തിന്. പുളിയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് ചേർക്കാം. ഇപ്പോൾ എല്ലാം കൂടെ 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇടം തിളക്കട്ടെ. തിളച്ച് ആ ഇഞ്ചിയുടെ മണവും രുചിയൊക്കെ ഇറങ്ങട്ടെ. ഉപ്പും എരിയും പുളിയും എല്ലാം ആവശ്യത്തിനുണ്ട്. ഇഞ്ചിക്കറിയൊക്കെ കുറുകി, ഇഞ്ചിയുടെയൊക്കെ നല്ല മണം വന്നു തുടങ്ങി. ഇനി ഒരു പിഞ്ച് ഉലുവാപ്പൊടി. ഉലുവ ഒന്നും കൂടരുത്, കയ്പുള്ള സാധനമാണ്. ഇഞ്ചിയുടെ കവർപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ശർക്കര. എല്ലാം ശരിയായ അളവിലുണ്ട്. ഇനി ഒന്നും ചേർക്കണ്ട. തീ ഓഫ് ചെയ്യാം.